ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ തിരുവചനം. ആകയാൽ എന്റെ വത്സലരെ വിഗ്രഹാരാധന വിട്ട് നിങ്ങൾ ഓടി മാറിക്കൊള്ളണം. പൗലോസ്ലീഹ കൊരിന്ത്യരെ സഭയ്ക്ക് നൽകുന്ന ഒരു വലിയ ഉപദേശമാണ് വിഗ്രഹാരാധനയിൽ നിന്ന് നിങ്ങൾ ഓടി അകലണം. എന്താണ് വിഗ്രഹാരാധന? പഴയ നിയമം പരിശോധിക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനത്തിൽ യഹോവയാം ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാനല്ലാതെ അന്യദേവന്മാർ നിനക്കുണ്ടാകരുത്. കല്ലുകൾ കൊണ്ടോ ചെമ്പുകൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ എന്തിനൊക്കെ സ്നേഹിക്കുന്നോ അതെല്ലാം വിഗ്രഹങ്ങളാണ്. നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് വിഗ്രഹങ്ങളുടെ പട്ടികയിൽ വരിക? ഒന്ന്, ധനമോഹം വിഗ്രഹങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജോലിക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചാൽ അത് വിഗ്രഹമായി തീരാം. വീണ്ടും ചില ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ, ചില ഫ്രണ്ട്ഷിപ്പുകൾ ഒക്കെ ഈ പരിധിയിലേക്ക് കടന്നു വരാം. അതുപോലെ തന്നെ വീണ്ടും നാം കാണുന്ന ഒരു മേഖലയാണ് കുടുംബ മഹിമ പറഞ്ഞു നടക്കുന്നത്. കുടുംബ പാരമ്പര്യങ്ങളൊക്കെ അമിതമായിട്ട് ആശ്രയിക്കുന്നത്, അതൊക്കെ ഒരു വിഗ്രഹമായിട്ട് നമ്മുടെ ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വിഗ്രഹങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് നമ്മളിന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വിഗ്രഹാരാധനയിൽ നിന്ന് നിങ്ങൾ ഓടി മാറിക്കൊള്ളണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കണം. 2-3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒരു ആത്മപരിശോധന ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തിന് എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രഥമ സ്ഥാനം നൽകുന്നുണ്ടോ? വീണ്ടും നമ്മൾ കാണുന്നൊരു വചനം പരിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വചനത്തിൽ വിഗ്രഹാരാധനയായ ധനമോഹം ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ആത്മപരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വീണ്ടും 2-ാമത്തെ കാര്യം, ചില ബന്ധനങ്ങളോട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാൻ അത് പറയാനുള്ള ഒരു ആർജവത്വം, ധൈര്യം നമുക്കുണ്ടാവണം. പറഞ്ഞത് ഇങ്ങനെയാണ്, ചില ബന്ധങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണെങ്കിൽ, ചില കാര്യങ്ങൾ, ചില ജോലികൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണെങ്കിൽ, ദൈവഭക്തിക്ക് ചേരാത്തതാണെങ്കിൽ അതിനെ വിട്ടുമാറാനുള്ള ഒരു ധൈര്യം, ഒരു ആർജവത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.